ബംഗ്ലാദേശിലെ ഹിന്ദുവേട്ട തുടരുകയാണ്. തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഹിന്ദുക്കൾക്ക് നേരെ നടത്തുന്ന അതിക്രമങ്ങൾ അനുദിനം വർദ്ധിച്ചു വരുന്നു. സംരക്ഷണം നൽകേണ്ടവർ തന്നെ ആക്രമണത്തിന് നേതൃത്വം നൽകുന്നു എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഹിന്ദുക്കളെ വേട്ടയാടാൻ കൂട്ടുനിൽക്കുന്ന സൈന്യത്തിന്റെ ദൃശ്യങ്ങളടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നു. വിവരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള നരകയാതനയാണ് ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹം നേരിടുന്നത്. താലിബാനെയും തോൽപ്പിക്കുന്ന ഇസ്ലാമിക ഭീകരതയാണ് ബംഗ്ലാദേശിലേത്. ചെറുത്തുനിൽപ്പിന്റെ ഒരു തീവ്ര പോരാട്ട കാലത്തിലൂടെയാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഇപ്പോൾ കടന്നുപോകുന്നത്. ക്ഷേത്രങ്ങൾ തകർത്തും തീയിട്ടും തീവ്ര ഇസ്ലാമിസ്റ്റുകൾ വെറുപ്പ് പടർത്തുന്നു. അതിനൊക്കെ അപ്പുറം ഭയാനകമാകുന്നത് സംരക്ഷണം നൽകേണ്ട സൈന്യം തന്നെ ആക്രമണത്തിന് നേതൃത്വം നൽകുന്നു എന്ന വസ്തുതയാണ്. ഹിന്ദുക്കൾക്കെതിരായ നരനായാട്ടിന് സൈന്യം നേതൃത്വം കൊടുക്കുന്ന ദൃശ്യങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്നത്. ഹിന്ദു കുടുംബങ്ങൾക്ക് നേരെ ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണവും ഹിന്ദു കുടുംബങ്ങളിലെ സ്ത്രീകളെയും പെൺകുട്ടികളെയും തട്ടിക്കൊണ്ടു പോകുന്നതിന്റെ ദൃശ്യങ്ങളും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. ഇസ്ലാമിസ്റ്റുകൾക്കൊപ്പം ചേർന്ന് സൈന്യം നടത്തുന്ന ആക്രമണങ്ങളിൽ എത്ര പേർ ഇരയായെന്നോ വിശദാംശങ്ങളോ പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഇതിനോടകം തന്നെ നിരവധി പേർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ. അക്രമത്തിന്റെ നിരവധി വീഡിയോകളാണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. കൗമാരപ്രായക്കാരായ ജമാഅത്തെ ഇസ്ലാമി വിദ്യാർത്ഥികൾ ഒരു ഹിന്ദു ക്ഷേത്രം അടിച്ചു തകർക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. അവർ ഇരുമ്പുവടി ഉപയോഗിച്ച് ക്ഷേത്രത്തിന്റെ ചുമരുകൾ അടിച്ചു തകർക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഇസ്കോണിനെതിരെയുള്ള ആസൂത്രിത ആക്രമണവും ഇസ്ലാമിസ്റ്റുകൾ തുടരുകയാണ്. ശ്രീ ശ്രീ രാധാകൃഷ്ണ ക്ഷേത്രം, ശ്രീ ശ്രീ മഹാഭാഗ്യലക്ഷ്മി നാരായണ ക്ഷേത്രം എന്നിവ തകർക്കപ്പെട്ടു. ഇരു ക്ഷേത്രങ്ങളും നാംഹട്ട കേന്ദ്രത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നതായിരുന്നു. ധാക്ക ജില്ലയിൽ തുരാഗ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്ന ധൂർ ഗ്രാമത്തിലാണ് ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്തിരുന്നത്. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തുടർക്കഥയാവുകയാണെന്നും മറ്റൊരു ഇസ്കോൺ കേന്ദ്രവും ക്ഷേത്രവും കൂടി അക്രമികൾ തകർത്തുവെന്നും കൊൽക്കത്തയിലെ ഇസ്കോൺ വൈസ് പ്രസിഡന്റും വക്താവുമായ രാധാരമൺ ദാസ് പ്രതികരിച്ചു. ലക്ഷ്മിനാരായണ വിഗ്രഹങ്ങളും ക്ഷേത്രത്തിനകത്തുണ്ടായിരുന്ന വസ്തുവകകളും പൂർണ്ണമായും കത്തിനശിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. ക്ഷേത്രത്തിന്റെ മേൽക്കൂര ഉയർത്തി പെട്രോൾ ഒഴിച്ച് തീയിടുകയായിരുന്നു. ബംഗ്ലാദേശിൽ ഇസ്കോണിനെ നിരോധിക്കാൻ സർക്കാർ നീക്കങ്ങൾ നടത്തുന്നതിനിടെയാണ് പുതിയ സംഭവം. ആക്രമണങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ ചിന്മയ് കൃഷ്ണദാസ് ബ്രഹ്മചാരിയെ ബംഗ്ലാദേശ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിൽ അടച്ചിരിക്കുകയാണ്. കൃഷ്ണദാസ് പ്രഭു അടക്കം 17 സന്യാസിമാരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും കൃഷ്ണദാസ് പ്രഭുവിന് ജയിലിൽ ഭക്ഷണവും മരുന്നുമായി എത്തിയ സന്യാസിമാരെ വാറണ്ടില്ലാതെ അറസ്റ്റിലാക്കുകയും ചെയ്തു. നിയമ സംവിധാനങ്ങളോട് പരാതിപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇസ്കോൺ അറിയിച്ചത്. എന്നാൽ പ്രയോജനമുണ്ടാവില്ലെന്നും അവർ പറയുന്നു. നേരത്തെ നൽകിയ പരാതികളിലും ഇടപെടലുണ്ടായിട്ടില്ല. ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന വംശഹത്യയുടെ ഉത്തരവാദിത്തം ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനസിനാണെന്ന് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പ്രതികരിച്ചു. ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിൽ മുഹമ്മദ് യൂനസ് സർക്കാർ പരാജയപ്പെട്ടെന്നും ന്യൂയോർക്കിൽ നടന്ന ഒരു പരിപാടിയിൽ ഷെയ്ഖ് ഹസീന ആരോപിച്ചു. ഓഗസ്റ്റിൽ രാജിവെച്ചതിനെ തുടർന്ന് ഇന്ത്യയിൽ അഭയം പ്രാപിച്ച ശേഷം ഷെയ്ഖ് ഹസീനയുടെ ആദ്യ പൊതുപ്രസംഗമായിരുന്നു ഇത്. തന്റെ പിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാനെ പോലെ തന്നെയും സഹോദരി ഷെയ്ഖ് രഹനെയും വധിക്കാൻ പദ്ധതിയിട്ടിരുന്നതായും അവർ പറഞ്ഞു. 1975 മുജീബുർ റഹ്മാൻ കൊല്ലപ്പെടുന്നത്.
ഇന്ന് എനിക്കെതിരെ വംശഹത്യ ആരോപിക്കപ്പെടുന്നു. യഥാർത്ഥത്തിൽ യൂനിസ് വംശഹത്യയിൽ ഏർപ്പെട്ടിരിക്കുന്നത് വളരെ സൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത രീതിയിലാണ്. ഈ വംശഹത്യയ്ക്ക് പിന്നിൽ സ്റ്റുഡന്റ് കോർഡിനേറ്റർമാരും യൂനിസുമാണെന്നും ഹസീന കൂട്ടിച്ചേർത്തു. ആളുകൾക്ക് ഇനി നീതി ലഭിക്കാനുള്ള അവകാശമില്ല. എനിക്ക് രാജിവെക്കാൻ പോലും സമയം കിട്ടിയില്ല. അക്രമം തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് താൻ ഓഗസ്റ്റിൽ ബംഗ്ലാദേശ് വിട്ടതെന്നും ഷെയ്ഖ് ഹസീന പറഞ്ഞു. വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ ഷെയ്ഖ് ഹസീനയുടെ പ്രസംഗങ്ങൾ മാധ്യമങ്ങളിൽ സംപ്രേഷണം ചെയ്യുന്നത് ബംഗ്ലാദേശ് പ്രത്യേക ട്രൈബ്യൂണൽ നിരോധിച്ചു. ഷെയ്ഖ് ഹസീന നടത്തിയത് വിദ്വേഷ പ്രസംഗമാണെന്നാണ് ബംഗ്ലാദേശ് സർക്കാരിന്റെ കണ്ടെത്തൽ. ബംഗ്ലാദേശ് ഭരണഘടനയിൽ നിന്നും മതേതരത്വം ഒഴിവാക്കാനുള്ള നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. തീവ്ര ഇസ്ലാമിക സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയാണ് ഇതിന് പിന്നിൽ. ഈ നീക്കത്തിന്റെ ഭാഗമായാണ് ബംഗ്ലാദേശ് കറൻസി നോട്ടിൽ നിന്നും രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ചിത്രം ഒഴിവാക്കിയത്. മുഹമ്മദ് യൂനിസ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ചിത്രം ഒഴിവാക്കിക്കൊണ്ട് 20, 100, 500, 1000 രൂപ നോട്ടുകൾ പുറത്തിറങ്ങി. രാഷ്ട്രപിതാവിന്റെ ചിത്രം ഒഴിവാക്കുന്നതോടെ ബംഗ്ലാദേശിന്റെ മതനിരപേക്ഷ ചരിത്രം തന്നെ മായ്ച്ചു കളയാനാണ് നീക്കം. കടുത്ത മതരാഷ്ട്രത്തിലേക്കുള്ള ബംഗ്ലാദേശിന്റെ പ്രയാണത്തിന്റെ തുടക്കമാണ് ഈ നീക്കമെന്നും വിലയിരുത്തപ്പെടുന്നു. ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഭാരതവും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുകയാണ്. ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ഭാരതം ആശങ്ക പ്രകടിപ്പിക്കുന്നു. ഹൈന്ദവർക്കെതിരായ ആക്രമണം തുടരുന്നതിനിടെ ഭാരതത്തിനെതിരെ അപകടകരമായ നീക്കത്തിന് മുതിരുകയാണ് ബംഗ്ലാദേശ്. ഭാരത അതിർത്തിക്ക് സമീപം തുർക്കി നിർമ്മിത ഡ്രോണുകൾ ബംഗ്ലാദേശ് വിന്യസിച്ചതായാണ് സൂചന. ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് സർക്കാർ അധികാരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടതിന് പിന്നാലെ ഇന്ത്യയോട് ചേർന്നുള്ള ബംഗ്ലാദേശ് അതിർത്തികളിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ശക്തമാകുന്നതായി രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ബംഗ്ലാദേശിലെ ഹിന്ദുവിരുദ്ധ കലാപത്തിൽ ചൈനയ്ക്കും പാകിസ്ഥാനും പങ്കുണ്ടെന്ന സൂചനകൾ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് അതിർത്തിക്ക് സമീപമുള്ള പ്രകോപനം. ഹിന്ദുക്കൾക്കെതിരായ അതിക്രമങ്ങൾക്കിടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ക്ഷണപ്രകാരം ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ ബീജിംഗ് സന്ദർശിച്ചിരുന്നു. സന്ദർശനത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി നേതാവ് അമീർ അബ്ദുള്ള മുഹമ്മദ് താഹിറിന്റെ നേതൃത്വത്തിലുള്ള 14-അംഗ സംഘമാണ് ചൈനയിലെത്തിയത്. ആഗോളതലത്തിൽ ബംഗ്ലാദേശിലെ ഹിന്ദു കൂട്ടക്കൊലയ്ക്കെതിരെ പ്രതിഷേധമുയരുന്നതിനിടെയായിരുന്നു ജമാഅത്തെ ഇസ്ലാമി നേതൃത്വത്തിന്റെ ചൈനീസ് സന്ദർശനം. പശ്ചിമബംഗാളിന് സമീപമാണ് ഡ്രോണുകൾ വിന്യസിച്ചുകൊണ്ടുള്ള ബംഗ്ലാദേശിന്റെ അപകടകരമായ നീക്കം. ഇതേ തുടർന്ന് ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇന്ത്യ നിരീക്ഷണം ശക്തമാക്കി. ബംഗ്ലാദേശിലെ ഹിന്ദു പുരോഹിതനും മതന്യൂനപക്ഷ നേതാവുമായ ചിന്മോയ് കൃഷ്ണദാസിന്റെ അറസ്റ്റും തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കിയതിന് പിന്നാലെയാണ് അതിർത്തിയിൽ പ്രകോപനം. ഭാരതവുമായുള്ള അതിർത്തിയോട് ചേർന്ന് ബൈരക്തർ TB2 ആളില്ലാ വിമാനങ്ങളാണ് ബംഗ്ലാദേശ് വിന്യസിച്ചിരിക്കുന്നതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഇന്ത്യൻ സൈന്യം പരിശോധിച്ചു വരികയാണെന്നാണ് വിവരം. ബംഗ്ലാദേശ് അതിർത്തികളിൽ ഹെറോൺ TP പോലെയുള്ള ഡ്രോണുകൾ വിന്യസിക്കാൻ ഭാരതം തയ്യാറെടുക്കുന്നതായും സൂചനയുണ്ട്. ബംഗ്ലാദേശിലെ ഹിന്ദുവേട്ടയ്ക്കെതിരെ ലോകമെങ്ങും പ്രതിഷേധം ഇരമ്പുകയാണ്. ബംഗ്ലാദേശിൽ തടവിലാക്കപ്പെട്ട എല്ലാവർക്കും നിയമസഹായം ലഭിക്കാനുള്ള അവസരം ഒരുക്കണമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ ഡെപ്യൂട്ടി വക്താവ് വേദാന്ത് പട്ടേൽ ആവശ്യപ്പെട്ടു. Consistent with every government in which we have a relationship with, we are clear that there needs to be the respect of fundamental freedoms. There needs to be respect of religious freedom and basic human rights. Any kind of protest should be and need to be peaceful, and that any kind of crackdown, not even crackdown, that governments need to respect the rule of law. They need to respect basic human rights as part of that, and that's something we'll continue to emphasize. ബംഗ്ലാദേശ് സർക്കാർ രാജ്യദ്രോഹ കുറ്റം ചുമത്തി തടവിലാക്കിയ ഇസ്കോൺ ആചാര്യൻ ചിന്മയ് കൃഷ്ണദാസിന് കോടതിയിൽ അഭിഭാഷകരുടെ സഹായം ലഭിക്കാതെ വന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത്തരമൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. ബംഗ്ലാദേശ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണം. നിയമസഹായം ലഭിക്കേണ്ടത് അടിസ്ഥാനപരമായ മൗലിക അവകാശമാണ്. എല്ലാ സർക്കാരുകളിൽ നിന്നും അമേരിക്ക ഇതുതന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും വേദാന്ത് പട്ടേൽ പറഞ്ഞു. ബംഗ്ലാദേശിൽ ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്ന് ഹിന്ദു ആചാര്യൻ ദേവകീനന്ദ ഠാക്കൂർ പ്രതികരിച്ചു. ലോകത്തെവിടെയും മനുഷ്യരാശിക്കെതിരെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഇടപെടുന്ന UN നിർഭാഗ്യവശാൽ ഇപ്പോൾ നിശബ്ദമാണ്. നടപടിയെടുക്കാനാവില്ലെങ്കിൽ UN പിരിച്ചുവിടുകയാണ് നല്ലതെന്നും ദേവകീനന്ദൻ ഠാക്കൂർ പ്രതികരിച്ചു. ബംഗ്ലാദേശ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് എഴുത്തുകാരി തസ്ലീമ നസ്രീനും രംഗത്തെത്തി. 17,000-ഓളം ഭാരതത്തിന്റെ സൈനികരാണ് ബംഗ്ലാദേശിന്റെ മോചനത്തിനായി ജീവത്യാഗം ചെയ്തത്. എന്നാൽ ബംഗ്ലാദേശിലെ നിലവിലെ സർക്കാർ ഭാരതത്തെ ശത്രുവായി കാണുന്നു. 30 ലക്ഷം ബംഗ്ലാദേശുകാരെ കൊല്ലുകയും
2 ലക്ഷം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്ത പാകിസ്ഥാനുമായാണ് ഇപ്പോൾ ബംഗ്ലാദേശ് സൗഹൃദം സ്ഥാപിച്ചതെന്നും തസ്ലീമ നസ്രീൻ എക്സിൽ കുറിച്ചു.